പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുപായയും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കൈയിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. Thank you, dear Vaidehi and Disha. This function is presided over by Mr. Srijit S. PTA President. I respectfully invite him to occupy the chair and preside over the meeting. Now I invite Madhusa HM to deliver the welcome address. യോഗാധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ ശ്രീജിത്ത് സാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിൻ അവറുകള്, ബ്ലോക്ക് മെമ്പർ ശ്രീ കിരൺ രാജൻ, സ്കൂൾ മാനേജർ വിശ്വനാഥൻ സാറ്, MPTA പ്രസിഡന്റ് സുജിത, പ്രിയപ്പെട്ട PTA MPTA മാനേജ്മെന്റ് ഭാരവാഹികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യോഗത്തില് MLAയും ശ്രീ സെബാസ്റ്റ്യൻ സാറും അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജീര സാറും പങ്കെടുക്കേണ്ടതാണ്. രണ്ടുപേരും വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് MLA സംബന്ധിച്ച് കുറെ അധികം പ്രോഗ്രാം ഉള്ള ദിവസമായിരുന്നു. എന്തായാലും രണ്ടുപേരും എത്തും ഉറപ്പാണ്. അപ്പൊ നമുക്ക് അവരെത്തുന്നോടൊക്കെ കാത്തിരുന്നെങ്കിൽ നമ്മുടെ പരിപാടി ഒത്തിരി നീണ്ടുപോകും. അതുകൊണ്ടാണ് MLA പറഞ്ഞ് യോഗം ആരംഭിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് യോഗം ആരംഭിക്കുന്നത്. നമ്മുടെ 2025-26 സ്കൂൾ വർഷത്തെ വാർഷിക പൊതുയോഗമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ വാർഷിക പൊതുയോഗത്തിന് കഴിഞ്ഞ ഒരു വർഷത്തെ PTA കാലാവധി തീരുകയും പുതിയ ഒരു PTA ഭരണസമിതി നിലവിൽ വരേണ്ടതും ഉണ്ട്. ഒരു സ്കൂളിനെ സംബന്ധിച്ച് PTA അതിന്റെ ജീവനാഡിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് PTA ആ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ എല്ലാ വിജയങ്ങളുടെയും പിന്നില് PTA ആ സാന്നിധ്യം, സഹകരണം ഉണ്ട്. എനിക്കതിന് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു തെളിവ് എന്റെ മുന്നിൽ ഇപ്പോൾ ഇവിടെ ആങ്കറിംഗ് നടത്തുന്ന 2 മക്കള് തന്നെയാണ്, അസായും ഡിയോണയും. കാരണം നമ്മൾ ആ നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയും ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാതാപിതാക്കള് വേണ്ടുന്ന സപ്പോർട്ട് വീട്ടിൽ ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഫലമായാണ് അവര് ഈ ഒരു ലെവലിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. അതാണ് PTA സപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ മാറിയ ഒരു സാഹചര്യത്തില് എവിടെ നമ്മളിപ്പം എന്ത് വാർത്ത അല്ലെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, TV എവിടെ നോക്കിയാലും തൂഫാനാണ്. എല്ലാവരും വളരെ പേടിയോടെയാണ് ഇരിക്കുന്നത്. എല്ലാ അമ്മമാരും അച്ഛന്മാരും വളരെ പേടിയോടെയാണ് ഇരിക്കുന്നത്. മക്കളെ എന്ത് വിശ്വസിച്ച് ആണ് പുറത്തേക്ക് വിടുന്നത്? ആ ഒരു ഭയമാണ്. അപ്പൊ നമുക്ക് അതിനെതിരെയൊക്കെയുള്ള ശക്തമായ ഇടപെടലുകൾ കുട്ടികളുടെ ഇടയിൽ നടത്തേണ്ടതുണ്ട്. എല്ലാവരും വീണ്ടും നിങ്ങളുടെയൊക്കെ സേവനം ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, അതുപോലെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലെ മാനേജ്മെന്റ്
നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. പണ്ടൊക്കെ ഒരു 4-5 വർഷം മുമ്പ് ഭൗതിക സാഹചര്യങ്ങളിൽ നമ്മുടെ സ്കൂൾ വളരെ പിന്നോക്കമായിരുന്നു. എന്നാൽ ഇന്ന് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാം, ഞങ്ങളുടെ സ്കൂളിൽ AC ക്ലാസ് റൂംസ് ഉള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മറ്റ് പല സ്ഥലങ്ങളിലും പോയി പറയുമ്പം അവർക്ക് ഞെട്ടിപ്പോകും. സാറേ AC ക്ലാസ് എവിടെ, ഓഫീസിലാണോ AC വെച്ചേക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ അല്ല, ഞങ്ങളുടെ ഒരു ബ്ലോക്ക് മൊത്തം AC ആണ്. നിങ്ങൾ തിരക്കുന്ന കോട്ടയം ജില്ലയിൽ AC പിടിപ്പിച്ചിരിക്കുന്ന 7 സ്കൂളുകൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ അറിവിലൊന്നുമില്ല കേട്ടോ. വേറെ എല്ലാം ദൂരെ കോട്ടയം ഭാഗത്തും എല്ലാം ഉണ്ടെങ്കിലേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് പുതിയ ബ്ലോക്ക് പണിതു. ഇനിയിപ്പോൾ ഓഫീസ് പുതുക്കി പണിതിരുന്നു. ഒരു ബ്ലോക്ക് കൂടി പണിയുന്നതിനുള്ള പദ്ധതികൾ മാനേജറുടെ കൈവശമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പരിപാടികൾക്കും ഭൗതിക സാഹചര്യങ്ങളിൽ ഒരുക്കുന്നതിലും PTA-യും അതുപോലെ സ്റ്റാഫിനെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ മാനേജർ ശ്രീ വിശ്വനാഥൻ സാറ് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത എടുത്ത് പറയേണ്ടതാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്തിക എന്ന കുട്ടിയും 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിൺധാര എന്ന കുട്ടിയും ഈ മഴവിൽ മനോരമയുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടിയ വിവരവും നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ആ കുട്ടികൾക്കും എല്ലാവിധ അനുമോദനങ്ങളും ഈ അവസരത്തിൽ ഞാൻ നൽകുകയാണ്. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട SLC അതുപോലെ +2 ഫുൾ A+ ജേതാക്കളാണ്. കുമാരി ശിവാനി സുനിൽ, ശിഖ രതീഷ്, മേഘന KM, ദേവനന്ദൻ KV, അതുപോലെ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ അച്ചു രാധാകൃഷ്ണൻ, അലീന ലിജോ, ക്രിസ്റ്റി ഫിലിപ്പ്, എല്ലാവരെയും വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ മുമ്പേ പറയാൻ വിട്ടുപോയതാണ്. കുട്ടികൾക്ക് വിവിധ പരിപാടികളിൽ നൽകുന്ന പ്രാമുഖ്യമാണ്. അപ്പം നമ്മുടെ ഈ പരിപാടിയിൽ തന്നെ കുട്ടികളുടെ കുറെ ആശംസാ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മക്കൾക്ക് നമ്മുടെ വേദികളാണ് കൊടുക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവാണ് അങ്ങനെ ചെയ്യാൻ കാരണം. Is presided over by Mr. Srijit as PTA President. I respectfully invite him to occupy the presidential speech. സാർ പറഞ്ഞു, പല മേഖലയിൽ മത്സരം നടത്തുമ്പോൾ SCM UPS ഒളയനാട് അതിലൊരു ആദ്യത്തെ 2-3 സ്ഥാനങ്ങളിൽ അവരുടെ നമ്മുടെ പേരുണ്ട്. അപ്പൊ ഇവിടെ ലൈബ്രറി കൗൺസിൽ നടത്തിയ മത്സരത്തിൽ ഞാനും അവിടെ സാക്ഷിയായിരുന്നു. കാര്യം പലരും ചോദിച്ചത് ഏത് കുട്ടികളാണ്. കാര്യം ഇവരുടെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ കേൾക്കുകയും വായന അവതരണവും മറ്റുമെല്ലാം കണ്ടപ്പോൾ അവിടെ വന്ന രക്ഷകർത്താക്കൾക്ക് വളരെ തൃപ്തി തോന്നി. അപ്പോഴാണ് അവർ ആ സ്കൂളിനെ പറ്റി അന്വേഷിച്ചത്. അങ്ങനെ ഏത് മേഖലയിലും ഒരു അന്വേഷണമുള്ള സംസ്കാരമല്ല നമുക്ക് വേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റൈല് ഒരുപക്ഷെ നിങ്ങളുടെ സമീപത്തോ മറ്റു മേഖലയിലൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മുടെ നാടിനെ അറിയുന്ന, നമ്മുടെ നാട്ടിലുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന കളിച്ചും ചിരിച്ചും പഠിച്ചും നുള്ളിയും വഴക്കിട്ടും അവന്റെ മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കണം. അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്കറിയാം, ഒരു നീറ്റ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഔട്ടായപ്പോൾ പരീക്ഷ എഴുതാതെ പറ്റാതെ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പുറത്തായപ്പോൾ വിഷമത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്. ആത്മഹത്യയുടെ എണ്ണം വർദ്ധിക്കുന്നു. കാരണം എന്താണ്? ഒരു പ്രതിസന്ധി വരുമ്പോൾ നേരിടാൻ ആ കുട്ടിക്ക് പറ്റുന്നില്ല. അവൻ A+ മേടിച്ചുകൊണ്ട് വല്ല നേട്ടമുണ്ടോ? അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു. ആ പരാജയം ഒഴിവാക്കണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കളിച്ചു പാടിച്ചും വളർന്നു വരണം. അപ്പൊ നമുക്കിവിടെ 7ഓളം കുഞ്ഞുമക്കൾ 10ലും +2ലും വളരെ എത്ര സ്കൂൾ ഇത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഇടപെടാൻ തുടങ്ങി അന്നും മുതൽ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ മക്കൾ ഉന്നത വിജയം നേടുമ്പോൾ അവരെ ഈ സ്കൂള് അപ്പോഴും ചേർത്ത് പിടിക്കും. ഈ ഇതുപോലെയുള്ള യോഗങ്ങളിലും അല്ലാതെയല്ല അവരെ കൊണ്ടിരുത്തി. എന്റെ സമീപത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട്, കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അതായത് +2 10ാം ക്ലാസ് പോലെയല്ല, +2-ൽ ഫസ്റ്റ് മാർക്കും കൂട്ടി. അപ്പോ ഗ്രേസ് മാർക്ക് പോലും ഇല്ലാതെ സയൻസിലും മറ്റു വിഷയങ്ങൾക്കും ഫുൾ A+ മേടിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. നമ്മൾ എത്ര അഭിനന്ദിച്ചാലും, കാര്യം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ മാത്രമേ അവർക്ക് ആ മേഖലയിലോട്ട് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അപ്പോ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഇപ്പോഴത്തെ പ്രവേശന പരീക്ഷയിൽ നമ്മുടെ കേരളത്തിൽ റിസൾട്ട് വന്നപ്പോൾ നല്ല ശതമാനം സ്കൂൾ പൊതുവിദ്യാലയത്തിൽ പഠിക്കും. ഇത്തരത്തിലുള്ള സ്കൂളുകളാണ് അതിന് അടിസ്ഥാനം. അപ്പോ ചിലപ്പോൾ വന്ന് നോക്കുമ്പോൾ മുഴുമുഴുത്ത
കെട്ടിടങ്ങളോ വലിയ ഫെസിലിറ്റീസോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി, വിദ്യാഭ്യാസം അത് നമുക്ക് എപ്പോഴും നമ്പർ 1 തന്നെയാണ്. ഈ ഒരു കഴിഞ്ഞ വർഷക്കാലം ഇവിടെ ഭൗതിക സാധ്യതകളിൽ കുതിച്ചുചാട്ടം തന്നെ നടത്തി. അതിന് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ വിശ്വാസാറിനാണ്. കാരണം മിക്ക മാനേജ്മെന്റുകളും ലഭിക്കുന്ന പണം അവർ ഇങ്ങനെയുള്ള സ്കൂളിൽ ചെലവഴിക്കാതെ മാറ്റുമ്പോൾ കയ്യിൽ നിന്ന് കടം മേടിച്ചും മറ്റുമെല്ലാം സ്വരുക്കൂട്ടി ഈ സ്കൂളിനെ കഴിഞ്ഞ വർഷം ഹൈടെക് ക്ലാസ് റൂമാക്കിയും നമ്മുടെ ഡിജിറ്റൽ ബോർഡുകളും പുതിയ 2 കെട്ടിടങ്ങളും AC റൂമുകളും അതുപോലെ തന്നെ അതെല്ലാം സ്മാർട്ടാക്കുകയും ക്യാമറകൾ വരെ ഫിറ്റ് ചെയ്യും. എത്ര ചെയ്താലും മതി വരാത്ത, ഇനി അടുത്ത വർഷം വരുമ്പോൾ ഈ കെട്ടിടത്തിന്റെ മുകച്ചായി മാറ്റും, ഓഫീസ് നവീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം കിട്ടുന്ന വിഭവങ്ങൾ കൂട്ടിച്ചേർത്ത് ഇദ്ദേഹം നല്ലൊരു വിദ്യാലയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഒപ്പം ഈ ഒരു കഴിഞ്ഞ വർഷക്കാലം ഈ രക്ഷകർത്താക്കളും അധ്യാപകരും മാനേജ്മെന്റും ഞങ്ങളുടെ PTA കമ്മിറ്റിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്കൂളിലേക്ക് ഇന്നത്തെ പൊതുയോഗത്തിൽ വന്ന ഈ മുഴുവൻ രക്ഷകർത്താക്കളെയും അതിനുള്ള നന്ദി കൂടി PTA കമ്മിറ്റിയുടെ പേരിൽ അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തുകൊണ്ട് ഇതിലെ നിയന്ത്രണം നടത്തുമ്പോൾ നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാവണമെന്നും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. Motivation words. Now I invite Kumari Jewel Sara Jobin for a speech. Respectable teachers, dear parents, and my dear friends. Good morning to you all. I am Jewel Sara Jobin, studying in class 5. I am very happy to stand here today as our school launches a wonderful initiative, Operation Tufan. Our anti-drug campaign, drugs and bad habits can destroy our beautiful dreams through Operation Tufan. Our school is protecting our future. I want to say a big thank you to our teachers and the PTA of guiding us on the right path. I wish Operation Tufan a grand success. Let us promise to say no to drugs and yes to life. Thank you and have a great day. Jai Hind. Next, I invite Mrs. Ansi Agustin, Kootikal Grama Panchayat President, to inaugurate the Balasapha. നമുക്കറിയാം, ഇന്ന് എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ സ്കൂളിന്റെ PTA മീറ്റിങ്ങും പൊതുയോഗവുമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഏറെ സന്തോഷം തോന്നി. നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടേക്ക് ഇത്രയും രക്ഷിതാക്കള് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ അവരെത്ര ഇഷ്ടപ്പെടുന്നു, വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞുങ്ങൾ എത്ര മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണ്, പുസ്തകങ്ങൾ മാത്രം പഠിപ്പിക്കുകയല്ല, ഓരോ കുട്ടിയെയും കണ്ടെത്തി അടുത്തിരുത്തി അവരിലുള്ള കഴിവുകളെ തിരഞ്ഞെടുത്ത് അതിലൂടെ അവരെ വളർത്തിയെടുക്കുകയാണ്. ഇപ്പൊ എനിക്ക് മുന്നില് PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ വായനശാലയിൽ നടന്ന മത്സരത്തില് ഇവിടുത്തെ 2 കുട്ടികള് UP വിഭാഗത്തിലും അതുപോലെ തന്നെ LP വിഭാഗത്തിലുമൊക്കെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലുള്ള സ്കൂളുകളിൽ നിന്ന് അവിടെ കുട്ടികൾ മത്സരിക്കാൻ എത്തിയിരുന്നു. എന്നാൽ നമ്മുടെ കുട്ടികളുടെ പ്രസംഗമൊക്കെ എത്ര സ്ഫുടമായിട്ട് തെറ്റുകളില്ലാതെ വളരെ ഭംഗിയായിട്ട് അവർക്ക് വിഷയം അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വായനയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് തോന്നും, എത്ര മനോഹരമായിട്ടാണ് വായിക്കുന്നത്. ഇതൊക്കെ ഇവിടെ പരിശീലിപ്പിക്കുന്ന ഇവിടുത്തെ അധ്യാപകരാണ്. നമ്മള് കുഞ്ഞുങ്ങളെ രാവിലെ ഒരിക്കൽ സ്കൂളിലേക്ക് അയക്കുന്നു, എന്നാൽ 4 മണി വരെ ഇവരെ കാത്തു സൂക്ഷിച്ച് ഇവർക്ക് ആവശ്യമുള്ള എല്ലാ പരിശീലനവും കൊടുത്ത് ഈ കുട്ടികളെ അതുപോലെ വളർത്തുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങളെല്ലാം നല്ല മക്കളായി തീരുന്നത്. ഇവിടെ നമ്മുടെ മുന്നില് A+ വാങ്ങിയ കുറെ കുട്ടികളുണ്ട്. ഇതിന് മുൻ വർഷങ്ങളിലൊക്കെ ഇതിൽ ധാരാളം കുട്ടികളുണ്ടായിരുന്നു. ഇത്തവണ ഗവൺമെന്റ് തന്നെ A+കളുടെ എണ്ണം കുറച്ചത് കൊണ്ടാണ് ഇവിടെ A+ന്റെ കിട്ടിയ കുട്ടികളുടെ എണ്ണം കുറവ്. എന്നാൽ 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ ഫുൾ മാർക്ക് വാങ്ങി നമ്മുടെ മുന്നിൽ കുട്ടികൾ വരുമ്പോൾ എത്ര നന്നായിട്ട് ഇവരിവിടുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചു പോയത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ കുട്ടി ഇവിടെ SSLC +2 വിജയിച്ച് മുഴുവൻ മാർക്ക് വാങ്ങിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, പരിസരത്തുള്ള എല്ലാ സ്കൂളുകളെയും നമ്മൾ വിലയിരുത്തിയിട്ടാണ്
നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങോട്ടേക്കാണ് വിടേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളെയൊക്കെ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുകയെ. ഈ സമീപ മേഖലകളില് നമുക്കറിയാം എല്ലാവരും തന്നെ സാധാരണക്കാരുടെ മക്കളാണ്. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 15 വർഷം മുന്നേ പഠിച്ചു പോയവര്, കഴിഞ്ഞ ഒരു 5 വർഷം മുന്നേ പഠിച്ചു പോയ കുട്ടികളെയൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കുകയും അവരൊക്കെ ഇന്ന് സമൂഹത്തിന്റെ വലിയ വലിയ മേഖലകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല നല്ല ജോലികളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ എനിക്ക് പറയാനുള്ളത് കുടുംബത്തിന് ഐശ്വര്യമായി, സമൂഹത്തിന് ഐശ്വര്യമായി, നാടിന്റെ നന്മയായി നല്ല നിലവാരത്തിലെത്തിയ ധാരാളം കുട്ടികളെ എനിക്കറിയാം. ഓപ്പറേഷൻ തൂഫാന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഓപ്പറേഷൻ തൂഫാൻ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും നടത്തുകയുണ്ടായി. മയക്കുമരുന്നിന്റെ അതിപ്രസരം ഇവിടെയുണ്ട് നമ്മുടെ നാട്ടില്. കൊച്ചു കുട്ടി മുതല് വലിയ ആളുകൾ വരെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് സ്വന്തം വീടുകളിലുള്ള മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു, സഹോദരങ്ങളെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെ കൂട്ടുകാരെ ഉപദ്രവിക്കുന്നു. മയക്കുമരുന്നിനും രാസലഹരിക്കും അടിമപ്പെട്ട് സമൂഹത്തിന് തന്നെ തിന്മയായി തീർന്ന സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് കുട്ടികളുടെ ഹരമായി തീരേണ്ടത് അവർക്ക് ഫുട്ബോൾ ആകാം, വായനയാകാം, മറ്റ് സ്പോർട്സ് ഐറ്റങ്ങളാകാം, കളികളാകാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ മനസ്സിനെ തിരിച്ചു വിട്ടുകൊണ്ട് ഈ ലഹരിയിൽ നിന്നും കുട്ടികളെ വിമുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന ഒരു തുടർ പ്രവർത്തനം തന്നെയാണ് ഓപ്പറേഷൻ തൂഫാന്. ഇന്നത്തെ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ മുഴുവൻ ആളുകളെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ തിളക്കമാർന്ന വിജയം നേടി ഇന്നിവിടെ അനുമോദനം ഏറ്റുവാങ്ങാനായി കടന്നു വന്നിരിക്കുന്ന മുഴുവൻ കുഞ്ഞുമക്കളെയും 10ാം ക്ലാസ്സിലെയും പ്ലസ് 2വിലെയും കുട്ടികളെയും അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ മഴവിൽ മനോരമയില് ഒരു ചിരി ഇരുചിരി വമ്പൻ ചിരിയില് സെലക്ഷൻ കിട്ടിയ ആവന്തിക വിൺതാര കേട്ടപ്പോ തന്നെ എനിക്ക് അത്ഭുതം തോന്നി. ഒരു കുട്ടി 1ാം ക്ലാസ്സിലാണ്, ഒരു കുട്ടി 2ാം ക്ലാസ്സില്. അപ്പൊ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികളൊക്കെ സമൂഹത്തിലെ ഏത് ലെവൽ വരെ എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ധാരാളം കഴിവുകളുണ്ട്. അതിനെ മാതാപിതാക്കൾ കൂടെ കണ്ടെത്തി അവർക്ക് അതിനാവശ്യമായ പ്രോത്സാഹനം കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ നയിക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ പ്രിയപ്പെട്ട അധ്യാപകർ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കൾ എല്ലാവരും കൂടെ ചേരുന്ന സ്കൂളിലെ ഏക പരിപാടി ഇതായിരിക്കുന്നതാണ്. അച്ഛനും അമ്മയും ഒന്നിച്ച് കുട്ടികളുടെ അക്കാഡമികമായ കാര്യങ്ങളിലും മറ്റും ഇടപെടുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പ്രധാനമായിട്ടും കണ്ടുവരുന്നൊരു ട്രെൻഡ്, കുട്ടികൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴാണ് അച്ഛന്മാർ അതിന്റെ സംരക്ഷണവുമായിട്ട് മുന്നോട്ട് വരിക. ഇപ്പോൾ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ സ്വന്തം മകന്റെയോ മകളുടെയോ PTA പോകാത്ത അച്ഛന്മാരുണ്ടാവും. 10ാം ക്ലാസ്സിൽ കൊച്ചിന് മാർക്ക് കുറഞ്ഞാൽ അവരാകെ അതിന്റെ ചുമതല ഏൽപ്പിക്കുന്നത് അത് ഭാര്യയോട്, അതായത് ആ കുട്ടിയുടെ അമ്മയോട് പറയും, നീ വളർത്തിയതിന്റെ കുഴപ്പമാണ് എന്ന് പറയും. എന്നാൽ 10 വർഷത്തെ കാലത്തെ അക്കാഡമിക് ജീവിതത്തിൽ എന്താണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ചെയ്തതെന്ന് സ്വയം ചോദിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനൊക്കെ അങ്ങനെ ശീലിച്ചു വന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ് ഈ PTA മീറ്റിങ്ങിനൊക്കെ വരിക. അച്ഛൻ ആകപ്പാടെ 12 വർഷം സ്കൂളിൽ പഠിച്ചിട്ട് ആകെ 2 വട്ടം കണ്ടു വന്നിട്ടുണ്ട്. അപ്പം വലിയ സാഹചര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവരും സാധാരണക്കാരനാണ്. എൻ്റെ അച്ഛൻ ചുമട്ട് തൊഴിലാളിയാണ്. അപ്പോൾ അവർക്ക് ജോലിയുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെക്കുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. അത് എപ്പോഴും ആഫ്റ്റർ ഓൾ ഒരു റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഈ 1ലും 2ലും ഒന്നുമല്ല. ഇതെല്ലാം കഴിഞ്ഞ് ഈ സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഈ പിള്ളേർ സമൂഹത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങും. അവിടെ ഇറങ്ങുമ്പോൾ ആണ് നമ്മൾ ഈ കുട്ടികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അവൻ ഒരു കുട്ടിയാണെന്ന ബോധ്യം അവന് തന്നെയുണ്ട്. അവനെ നോക്കാൻ സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാര് നാട്ടിലുണ്ട്. സ്വന്തം അച്ഛനും അമ്മയും കാണും. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു വിളച്ചിലും എന്തെങ്കിലും ഒന്നും നടക്കത്തില്ല. കാരണം അച്ഛൻ ചുമട്ടുതൊഴിലാളി ആയതുകൊണ്ട് അച്ഛൻ എൻ്റെ ടൗണിൽ തന്നെ ഏതാണ്ട് രാവിലെ 7 മണി തൊട്ട് രാത്രി ഒരു 8 മണി വരെ കാണും. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് അവിടെ കറങ്ങാനൊന്നും പറ്റില്ല.
അപ്പോൾ എൻ്റെയൊക്കെ സ്വഭാവ രൂപീകരണത്തിൽ അച്ഛൻ്റെ തൊഴിൽ അങ്ങനെയാണ് ഒരു വലിയ ഗുണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മാതാപിതാക്കൾക്ക് എല്ലാവർക്കും രണ്ടുപേർക്കും ഒരുപോലെയുള്ള ഒരേ നിലയിലുള്ള റോളാണ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതിൽ ഉള്ളത്. സ്കൂളിനെ സംബന്ധിച്ച് കൂടി പറയുമ്പോൾ അഭിമാനകരമായ നേട്ടങ്ങളാണ് കൊളയനാട് സ്കൂള് അന്നും ഇന്നും നേടുന്നത്. എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ച ഇത്രയും നേരം എന്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വിളിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു. സ്നേഹാഭിവാദ്യങ്ങൾ. I invite Mr. Vishwalan Sir, School Manager, for a speech. സ്കൂൾ എങ്ങനെ പോകണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എത്ര നല്ല രീതിയിൽ പോകണമെന്നും നിശ്ചയിക്കുന്നത് PTA അംഗങ്ങളാണ്. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്വമുള്ള ഈ ഒരു PTA ദൗത്യം നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു രക്ഷിതാക്കളൊന്നും മാറി നിൽക്കാതെ ഇതിന്റെ നിങ്ങളുടെ എല്ലാവരുടെയും ഐഡിയ ഈ സ്കൂളിന് വേണ്ടി നൽകണം. നിങ്ങൾ നൽകുന്ന ഐഡിയയിലാണ് പിന്നീട് മാനേജ്മെന്റിലേക്ക് എത്തുന്നതും ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നതും നമുക്കിവിടെ ഫണ്ട് നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതും ഒക്കെ. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇതൊരു എയ്ഡഡ് സ്കൂളായതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. നമ്മളിവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു. ശ്രീമതി ആൻഷേഖേഷിന്റെ 2 മക്കളും ഈ സ്കൂളിലാണ് പഠിച്ചത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിട്ട് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് പ്രസിഡന്റിന്റെ മകനെയാണ്. ഈ സ്കൂൾ വിദ്യാർത്ഥിയാണ്. അതുപോലെ മകളുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. നമ്മൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ കാണുന്ന സ്വപ്നമാണ് എത്ര സാക്ഷാത്കരിക്കണം. നമ്മൾ എന്ത് സ്വപ്നമാണ് കാണുന്നത്, ആ സ്വപ്നമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും താനെ വന്നോളും. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ രക്ഷിതാക്കള് ആ കുട്ടികളെ ചേർക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ എനിക്ക് CBSE തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ എൻ്റെ കൊച്ചു നന്നാകൂ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് കുറെ ആൾക്കാർ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ CBSE ക്ലാസ്സിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാക്കുന്നതും പിന്നീട് തിരിച്ച് പൊതുവിദ്യാലയത്തിലേക്ക് വരുമ്പോഴാണ് കുട്ടികളാകുന്നതും ഒരു മനുഷ്യത്വമുള്ള കുട്ടികളായി വളരുന്ന നല്ല പൗരനായി വളരുന്നതും. ഇന്ന് ഈ ലഹരിയുടെ കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾ കേട്ട് കാണും. തുഫാനും ഗോളടിക്കുന്നതും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം പിന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോയിട്ടുള്ള ഡോക്ടർമാർ മുതൽ എഞ്ചിനീയർമാർ മുതൽ വലിയ പദവികളിരിക്കുന്നവരാണ് ആ കുട്ടികൾ. അങ്ങനെയുള്ള പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് ലഹരിക്ക് അടിമയാകുന്നത്. അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടോ ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ടോ അല്ല, മറിച്ച് നല്ല വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പൊതുവിദ്യാലയത്തിൽ എന്തുകൊണ്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഈ നാടെന്താണെന്നും കുടുംബം എന്താണെന്നും നാം എന്താണെന്നും തിരിച്ചറിഞ്ഞാണ് കുട്ടികൾ ഈ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നത്. മറ്റുള്ളിടത്ത് കാണാപ്പാഠം പഠിച്ച് അക്ഷരങ്ങൾ നിങ്ങൾ പാഠപുസ്തകത്തിൽ എന്താണോ ആ പാഠപുസ്തകത്തിലുള്ളത് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് A+ മേടിക്കുവാൻ മാത്രം പഠിപ്പിക്കുമ്പോൾ പൊതുവിദ്യാലയങ്ങൾ നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ കുടുംബം എന്താണെന്നും സമൂഹം എന്താണെന്നും രാജ്യം എന്താണെന്നും പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നല്ല പൗരന്മാരാകുന്നത്, നല്ല വ്യക്തികളാകുന്നത്. നാളെ തിരിഞ്ഞു ഈ എല്ലാവരും അബ്ദുൽ കലാം മുതൽ ഈ നാടിനെ നയിക്കുന്ന 80% ആൾക്കാരും ഈ നാടിനെയും രാജ്യത്തെയും നയിക്കുന്നവരും വിദ്യാലയങ്ങൾ പഠിച്ച സാധാരണക്കാരാണ്. ഗാന്ധിജിയുടെ പേരിലുള്ള സ്കൂളാണിത്. 1948 തുടങ്ങിയ സ്കൂളാണ്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സ്കൂളാണ് ഗാന്ധിജിയുടെ പേരിലുള്ളത്. ഇതിന് വേണ്ടത്ര പ്രചാരണം അല്ലെങ്കിൽ വേണ്ടത്ര പ്രാധാന്യം ഈ സ്കൂളിന് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. ഈ വർഷം പഞ്ചായത്തുമായിട്ട് കൂടി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട MLA-യുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഈ സ്കൂളിൽ ഒരു ഗാന്ധിജിയുടെ പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. അതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം മുതൽ ഈ സ്കൂളിൽ പഠിക്കുന്ന പഞ്ചായത്തിന്റെ മെമ്പർമാരുടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ദാരിദ്ര്യം, അതായത് പൈസ മുടക്കി പഠിക്കാൻ കഴിവില്ലാത്ത ഏകദേശം 10 അല്ലെങ്കിൽ 15 കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് അവർ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവരുടെ എല്ലാ വിദ്യാഭ്യാസ ചിലവുകളും ഈ ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്തുവാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അതിന്റെ അനൗൺസ്മെന്റും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഈ വർഷം ഡിസംബറിൽ തുടങ്ങുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഒരു അറിവിലേക്ക് ഞാൻ പകരുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ വരും വഴികളിൽ നടക്കും. സ്കൂളിന്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ഇവിടെ വരുന്നുണ്ട്. നമ്മളൊരു നിവേദനം അദ്ദേഹത്തിന് കൊടുക്കുവാൻ പോവുകയാണ്. ഈ സ്കൂള് 1948 തുടങ്ങിയതാണെങ്കിലും
നമുക്കൊരു ഗ്രൗണ്ട് ഇല്ല. ഞാൻ ഇവിടെ 3 വർഷമായി ആയുള്ളൂ വന്നിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാനൊരു സ്പോർട്സ്മാൻ കൂടിയാണ്. ഇന്നും രാവിലെ നിങ്ങൾക്കറിയാം ഏന്ത്യാറ്റിൽ ഓടുന്ന ഒരു വ്യക്തി ഞാനാണ്. 4-5 കിലോമീറ്റർ ഞാൻ ഓടുന്നതാണ് രാവിലെ 5 മണി മുതൽ. അപ്പോൾ എനിക്ക് സ്പോർട്സിനോട് അത്രയധികം താല്പര്യമുണ്ട്. പക്ഷെ ഞാനിവിടെ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഈ സ്പോർട്സിന്റെ ഒരു വലിയ പോരായ്മ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു ഗ്രൗണ്ടാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പഞ്ചായത്തിനെയും ഇവിടെ നമ്മുടെ ജനപ്രതിനിധികളെ എല്ലാവരുടെയോടും അപേക്ഷ നൽകി അവരുടെ എല്ലാവരുടെയും സഹായത്തോടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുവാനുള്ള ഒരു പ്ലാനിങ് കൂടെ നമ്മുടെ മാനേജ്മെന്റിനുണ്ട്. അത് അടുത്ത വർഷം നടപ്പാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതെല്ലാമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ളത്. അതുപോലെ നിങ്ങളുടെ ക്ലാസ് റൂം ഡിജിറ്റലൈസേഷൻ എത്രയും പെട്ടെന്ന് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാം ഡിജിറ്റൽ പാനൽ ബോർഡുകളും AC ക്ലാസ് റൂമുകളും പിന്നെ ഇവിടെ വരാനുള്ള സൗകര്യങ്ങൾ, പുതിയ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, എല്ലാവിധ സംവിധാനങ്ങളും ആക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിന്റെ പഞ്ചായത്തിന്റെയും MLAയുടെയും എല്ലാം ഫണ്ടുകൾ കിട്ടുകയാണെങ്കിൽ ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ സ്കൂളിനെ ഇപ്പോൾ നിലയിൽ കാണുന്നതിലും മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് അവരുടെ ഈ സ്കൂളിനെ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു PTA വേണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വേണം. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ സ്കൂളിന് പ്രവർത്തിക്കുവാൻ പറ്റുള്ളൂ. ഈ സ്കൂളിൽ വിളിക്കുമ്പോൾ രക്ഷിതാക്കളായ നിങ്ങൾ മടി കൂടാതെ കടന്നു വരണം. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ നിങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടു, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കുട്ടികൾ, നിങ്ങളുടെ ആരുടെയും കുട്ടികൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഞാൻ അവർക്ക് ക്ലാസ് എടുക്കാൻ തയ്യാറാണ്. ഇംഗ്ലീഷ് സ്പീച്ചിനും മലയാള സ്പീച്ചിനും ഒക്കെ നമ്മുടെ SNDP ഹാളുണ്ട്. ശനിയും ഞായറും നിങ്ങൾ 1 മണിക്കൂർ വെച്ച് ഈ കുട്ടികളെ വിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് പ്രസംഗത്തിൽ സ്റ്റേജിൽ കയറി നിന്ന് സഭാകമ്പമില്ലാതെ സംസാരിക്കുവാനുള്ള ഒരു ട്രെയിനിങ് എന്നാലാകുന്ന തരത്തിൽ ഞാൻ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാം. നിങ്ങൾ PTA-യുമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടികളുടെ പേര് കാര്യങ്ങളും നൽകി ഞാൻ പറയുന്ന സമയത്ത് SNDP ഹാളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാം. 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഒരു കോഴ്സാണ്. നിങ്ങൾക്കത് ടൈം ടു ടൈം നമ്മുടെ അധ്യാപകരും എൻ്റെ കൂടെ കാണും. ഓരോ ദിവസവും വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും എങ്ങനെയാണ് 4 പേര് പറയുമ്പോൾ ഇംഗ്ലീഷിലെങ്കിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ, ഹിന്ദിയിലെങ്കിൽ ഹിന്ദിയിൽ ആ രീതിയിൽ സംസാരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും, ആ കുട്ടികൾക്ക് സാധിക്കും. അങ്ങനെ ഒരു കോഴ്സിലേക്ക് ഞങ്ങളോട് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എല്ലാം ഈ ഓണത്തിനോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് നടക്കുന്നതാണ്. ബന്ധപ്പെട്ട പൂഞ്ഞാറിന്റെ ജനനായകൻ MLA PJ സദാശിവൻ സാർ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ജീരാജ് സാറും സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. 2 പേരെയും ആത്മാർത്ഥ ഈ സ്കൂളിന്റെ പേരിൽ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളുടെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. 1948 മഹാത്മാഗാന്ധിയുടെ ചരമത്തെ തുടർന്ന് ലോകത്ത് ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടായ ഗാന്ധി സ്മാരകമാണ് നമ്മുടെ ഈ സ്കൂള്. ഒരുപക്ഷെങ്കില് ഈ സ്കൂള് മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ വളരെ വലിയ ഒരു ഉയർന്ന പദവിയിലേക്ക് പോകുമായിരുന്നു. ഞാനിത് പറയാൻ കാരണം നമ്മുടെ MLA സാർ ആദ്യമായി നമ്മുടെ സ്കൂളിലേക്ക് വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ കാര്യം ഒന്നും കൂടെ അനുസ്മരിക്കുന്നത്. അപ്പൊ 48 ഗാന്ധിയുടെ ചരമത്തെ തുടർന്ന് ഇവിടെ ഒരു അനുശോചന യോഗം ചേരുകയും ആ അനുശോചന യോഗത്തില് ഉത്തമമായ ഒരു സ്മാരകം ഉണ്ടാകണം എന്നൊരു തീരുമാനം എടുക്കുകയും അതിനെ തുടർന്ന് ഇവിടെ ഒരു LP സ്കൂൾ സ്ഥാപിതമാകുകയും ചെയ്തു. തുടർന്ന് പടിപടിയായി ഉയർന്നു വന്ന് 1990-കളിൽ ഇത് SNDP ശാഖ ഏറ്റെടുക്കുകയും ഇപ്പോൾ നിലവിൽ ഭരണസമിതി ശ്രീ വിശ്വനാഥ് സാറിന്റെ അധ്യക്ഷതയിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ മാനേജറുടെ അധ്യക്ഷതയിലെ ഭരണസമിതി തുടർന്നു വരികയും ചെയ്യുന്നു. 300 കുട്ടികൾ ഈ സ്കൂളില് പഠിക്കുന്നുണ്ട്. 20 അധ്യാപകരുണ്ട്. ഈരാറ്റുപേട്ട സബ് ജില്ലയിലെ UP സ്കൂളുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 300 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഒരു സ്കൂളേ ഉള്ളൂ, കാരക്കാട് സ്കൂളേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഈ സ്കൂളില് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും അതുപോലെ അക്കാഡമികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലും മാനേജ്മെന്റും അതുപോലെ ടീച്ചേഴ്സും PTA-യും എല്ലാം വളരെ ശ്രദ്ധ ചെലുത്തി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ മലയോര മേഖലയില് മാനേജ്മെന്റിനെ സംബന്ധിച്ച് പല പോരായ്മകളും ഉണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ
ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ സാറിന്റെ ശ്രദ്ധയില് ഒരു നിവേദനമായി നമ്മുടെ മാനേജർ സമർപ്പിക്കുന്നുണ്ട്. നമ്മുടെ മേഖലയെ സംബന്ധിച്ച് വളരെ പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ്. കുട്ടികളെ സംബന്ധിച്ച് ഏകദേശം 90% കുട്ടികളും BPL കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ്. പക്ഷേ BPL കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും ആ കുട്ടികളുടെ നിലവാരം APL ആണ് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ സ്കൂളിന് ചില പോരായ്മകളൊക്കെ ഉണ്ട്. ഒരു ഗ്രൗണ്ടിന്റെ പോരായ്മയുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം ഒന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA വളരെ ശ്രദ്ധാലുവാണ് എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ അവസരത്തില് ഈ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ സമ്മാനങ്ങള് SLC +2 ഫുൾ A+ വാങ്ങിയ കുട്ടികൾക്ക് അവാർഡുകൾ കൊടുക്കുന്നതിന് വേണ്ടിയും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നാമോദയത്തിൽ ഒരു സ്കൂള് സ്ഥാപിച്ചു എന്നുള്ളത് തന്നെ വലിയ ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. അതിന് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് സൂചിപ്പിച്ചു. ഒരു MLA എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ പരിമിതികളൊക്കെ ഒരു പരിധി വരെ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു പറയുന്നു. ഇതോടൊപ്പം എന്താണ് ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കും. കാരണം ആധുനിക വിദ്യാഭ്യാസം കമ്പ്യൂട്ടറും ലാബുകളും ഒക്കെ ചേർന്ന് ഒരു ആധുനിക രീതിയിലായെങ്കിൽ മാത്രമേ ശരിയായ വിദ്യാഭ്യാസത്തിലേക്ക് പുതിയ രീതിയിൽ കുട്ടികളെ നയിക്കാൻ പറ്റൂ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം അടുത്തൊരു 10 വർഷം കൊണ്ട് വിദ്യാഭ്യാസ രംഗം സമൂലമായി മാറും. ഇതോടൊപ്പം ഈ ഗവൺമെന്റ് വളരെ കാര്യമായിട്ട് വിദ്യാഭ്യാസ രംഗത്തെ അടിമുടി മാറ്റുന്നതിനുള്ള ഒരു നയവ്യതിയാനം എടുത്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ വളരെ ഒരു കൺവെൻഷൻ സൈഡിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ രീതിയിലുള്ള പഠനം അത് ഇനി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. കഴിഞ്ഞ ഒരു അധികം താമസമില്ലാതെ ചൈന ഏതാണ്ട് 7000 കോഴ്സുകൾ ഒറ്റയടിക്ക് നിർത്തിക്കളഞ്ഞത്. പ്രയോജനമില്ല, വിദ്യാർത്ഥികൾ പഠിച്ചിട്ട് പ്രയോജനമില്ലാത്ത കോഴ്സ് പഠിപ്പിച്ചിട്ട് അവരുടെ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ വരുമാനം ലഭിക്കുന്ന വിദ്യാഭ്യാസമല്ല എങ്കിൽ നമുക്ക് ഭാവിയിൽ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കേരളത്തിന്റെ ഒരു നയവ്യതിയാനം എന്ന് പറയുന്ന ആധുനിക വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി വിവിധങ്ങളായ കോളേജുകള്, സ്കൂളുകള്, സർവകലാശാലകള്, അല്ലെങ്കിൽ ചെറിയ LP സ്കൂളായിക്കോട്ടെ, UP സ്കൂൾ ആയിക്കോട്ടെ, വിദേശത്ത് നടക്കുന്ന ഏറ്റവും ആധുനിക കോഴ്സുകൾ വിദേശ സർവകലാശാലകളിലെ സ്കൂളുകൾ, കോളേജുകളുമായി ടൈഅപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിനൊരു പുതിയ രൂപവും ഊടും ഭാവവും കൊടുക്കുന്ന ഒരു നയം ഉണ്ടാവും ഈ സർക്കാരിനെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതോടൊപ്പം വിവിധങ്ങളായ സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് മനുഷ്യബുദ്ധിയേക്കാൾ വളരെ സ്പീഡിൽ ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകും. അത് ലോകത്തെ മാറ്റിമറിക്കുന്ന വലിയ കണ്ടുപിടുത്തങ്ങളിലേക്കും വിദ്യാഭ്യാസ നയത്തിൽ വലിയ മാറ്റങ്ങളിലേക്കും ഉൾക്കൊള്ളും. ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റാ സയൻസും ചേർന്നിട്ടുള്ള സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വലിയ ഒരു വിദ്യാഭ്യാസ പദ്ധതി ഈ ഗവൺമെന്റിൽ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഔദ്യോഗികമായി ഈ യോഗം ഈ മെറിന്റെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ്. We now move to the award distribution ceremony. I invite Sebastian sir for distribute the awards. Alina Lijo, Achurya Krishnan, Christy Agnes Philip, Devanandan KV, Meghana K. നമ്മുടെ സ്കൂളിൽ നിന്ന് മഴവിൽ മനോരമ, ഒരു ചിരി ഇരുചിരി,
ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി. അതില് സെലക്ഷൻ കിട്ടിയ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കൊച്ചു കുട്ടികളാണ്. അവർക്കുള്ള അനുമോദനം. 1ാം ക്ലാസ്സിലെ അവന്തിക. 2ാം ക്ലാസ്സിലെ വിൺതാര. നമ്മുടെ സ്കൂളിന്റെ ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മാനേജരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിട്ടും ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിക്ക് മുമ്പ് ചേനപ്പാടിയിൽ ആരംഭിച്ച ഒരു യാത്രയാണ് നമ്മുടെ MLA ഇന്ന് ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ മുക്കൂട്ടുതുറ കണ്ണമല ഒക്കെ കറങ്ങി ഇനി തിരിച്ചു നേരെ ഏഞ്ചൽ വാലിയിലാണ്. സത്യം ഇല്ലെങ്കിൽ അവിടെ നിന്നാൽ മതി. കാരണം ഇനി വന്ന വഴി തന്നെ അതേപടി 50 കിലോമീറ്ററോളം തിരിച്ച് യാത്ര ചെയ്ത് ഏഞ്ചൽ വാലിയിൽ എത്തണം. എന്നിരുന്നാൽ പോലും അദ്ദേഹം ഈ സ്കൂളിന്റെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് ഓടി വന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ ഒരു പ്രസംഗ ശൈലിയിലേക്ക് കയറിയില്ല. അല്ല എങ്കിൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ നവവിദ്യാഭ്യാസ സംവിധാനത്തെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി സംസാരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും സെബാസ്റ്റ്യൻ സാറ് ഇന്ന് ഈ വേദിയിൽ എത്തുമ്പോ ഇവിടെ നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കണം. സാറേ ഇമ്മല്ലേ സാറേ, നമുക്ക് ഏറെ പരിമിതികളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ സ്കൂളിന്റെ ഒരു വലിയ ചരിത്രപരമായ പ്രാധാന്യം സൂചിപ്പിച്ചു. ഗാന്ധിജിയുടെ സ്മരണാർത്ഥം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഉണ്ടായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിലുപരി ഇതിനെ പഴയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പകർന്നു നൽകുന്നതിന് ഈ മേഖലയിൽ ഒരുപാട് സേവനങ്ങൾ അല്ലെങ്കിൽ എന്താണ് സംഭാവനകൾ നൽകിയ ഒരു വിദ്യാലയം. ഒരുപാട് പോരായ്മകൾക്കുള്ള ഇടയിലും സാധാരണക്കാർ എണ്ണിപ്പാർക്കുന്ന മേഖലയിലും ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകത ഇവിടെ മനോഹരമായ ഒരു ക്ലാസ് റൂം ഉണ്ട്. ഒരു ഡിജിറ്റൽ ബോർഡും ഒക്കെ നമ്മുടെ പുതിയ മാനേജർ വന്നതിന് ശേഷം അധ്യാപകരുടെയും അനധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാ സഹകരണത്തോടുകൂടി അതിനെല്ലാം പിന്തുണ നൽകുന്ന വളരെ മനോഹരമായ ഒരു PTA ഇവിടെ ഉണ്ട് എന്നുള്ളതും വലിയ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് സ്കൂളിന്റെ മുന്നോട്ടുള്ള പുരോഗതി കാര്യത്തിൽ നമ്മുടെ MLAക്ക് ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കരുതലും സ്നേഹവും നമ്മുടെ ഈ സ്ഥാപനത്തോട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായി ഓടുന്ന ഒരു വീഡിയോ ഏതാ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മുണ്ടക്കയത്തിൽ വലിയ സമ്മേളനം ഉണ്ടായി. എന്തായിരുന്നു ആ സമ്മേളനം എന്ന് ചോദിച്ചാൽ, നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയെ വളരെ പൂർണ്ണമായി സംരക്ഷിക്കുക, നമ്മുടെ നാട്ടിൽ നിന്നും മദ്യവും മയക്കുമരുന്ന് അടക്കമുള്ള രാസലഹരി അടക്കമുള്ള ആ ഒരു ദൂഷിത വലയത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ ഏറ്റവും പ്രഖ്യാപിത നയവുമായി ബന്ധപ്പെട്ട് പോലീസും എക്സൈസും തണ്ട തൂഫാൻ എന്നീ പേരുകളിൽ സംസ്ഥാനമൊട്ടാകെ റെയ്ഡുകളും അറസ്റ്റുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മുണ്ടക്കയത്തും നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ നടന്ന വലിയ ബോധവൽക്കരണ പരിപാടിയിൽ കേരളത്തിലെ 142 MLAമാർ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ MLA ആണ് നയിക്കെടുത്തിട്ട് പറയുന്നത്, ദയവ് ചെയ്ത് ഒരു ജനപ്രതിനിധിയായി ഒരു കുടുംബനാഥനായി നിങ്ങളുടെ ഒരു കുടുംബാംഗമായി ഒരു സഹപ്രവർത്തകരായി സുഹൃത്തായി എല്ലാ വിഷയങ്ങളിലും ഞാൻ ഉണ്ടാകുമെങ്കിലും ദയവ് ചെയ്ത് മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ രാസലഹരിയുടെയോ പേരിൽ പോലീസ് പിടിച്ചാൽ ദയവ് ചെയ്ത് ശുപാർശയ്ക്കായി എന്നെ വിളിച്ചേക്കരുത്. അതിനുവേണ്ടി എന്റെ ഒരു ഫോൺ കോൾ പോലും ഞാൻ വിനിയോഗിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു MLA ആണ് നമുക്കുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി ഓടുന്ന ഒരു വീഡിയോ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നി. ഈ നാടിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നതാണ്. ഈ വളർന്നു വരുന്ന തലമുറകൾ തീർച്ചയായിട്ടും ഇന്ന് അവാർഡ് മേടിച്ച കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് വളർന്നു വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് അറിവിന്റെ വാതായനങ്ങൾ തുറന്ന് നമ്മൾ കടന്നു പോകുമ്പോഴും തീർച്ചയായിട്ടും ദൂഷിത വലയങ്ങളിൽ പെടാതെ നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സമൂഹത്തോടുമുള്ള ഒരു കടപ്പാട് നമുക്ക് മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാകില്ല, സാധനം നമ്മൾ ഉപയോഗിക്കില്ല എന്നുള്ള
ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ കുടുംബത്തോടും സമൂഹത്തോടുമുള്ള നമ്മുടെ ആത്മബോധ്യം ഒരിക്കൽ കൂടി ഉറക്കം പ്രഖ്യാപിച്ചു പോകുവാൻ ഇതുപോലെയുള്ള അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. വളരെ മനോഹരമായി ഈ PTA വാർഷിക സമ്മേളനം സംഘടിപ്പിച്ച ഈ സ്കൂളിലെ മാനേജ്മെന്റിനെയും അതോടൊപ്പം തന്നെ അധ്യാപകരെയും അനധ്യാപകരെയും PTA കമ്മിറ്റിയും ഒക്കെ വളരെ മുക്തവണ്ണം പ്രശംസിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ആവോളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ ചെറിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം ചെയ്യുന്നു. കണക്കും ഉണ്ട്. കണക്ക് 2 അംഗങ്ങൾ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തതാണ്, ടൈപ്പ് ചെയ്തതാണ്. സമയം വൈകിയത് കൊണ്ട് ഇത് വായിക്കാതെ കണക്കും റിപ്പോർട്ടും ഈ പൊതുയോഗത്തിന്റെ മുമ്പാകെ മേശപ്പുറത്ത് ഇനി നമുക്ക് ഉള്ളത് അടുത്ത വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ വർഷത്തെ അതേ കമ്മിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് 7ാം ക്ലാസ്സിൽ നിന്ന് പഠനം പൂർത്തിയായി 8ലേക്ക് പോയ കുട്ടികളുടെ രക്ഷിതാക്കളുടെ സ്ഥാനത്തേക്ക് ഏതാനും അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാം.